തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി LED നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരിശീലനം നൽകിയത്. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് എനർജി ക്ലബ്ബുകൾ സംയുക്തമായാണ് 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി LED ബൾബ് നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ തൽപരരാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. LED ബൾബുകൾ സ്വയം നിർമ്മിക്കുന്നതിനുള്ള ഒരു സ്വയം പര്യാപ്തത നമ്മളിന്നിവിടെ പ്രാപ്തരാകാനുള്ള ശേഷി നമ്മൾ നേടുകയാണ്. എല്ലാ കുട്ടികൾക്കും ഇവിടെ വന്നു ചേർന്ന ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചു 8ലെയും 9ലെയും ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല ഇവിടെ സംഘടിപ്പിക്കുന്നത്. ധാരാളം കുട്ടികളുടെ പേര് തന്നു. അപ്പോൾ നിങ്ങൾ ഇന്നിവിടെ നടക്കുന്ന ക്ലാസ്സിൽ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തുകൊണ്ട് LED നിർമ്മാണത്തിൽ LED ബൾബ് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തരാവണം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ പറ്റുമെങ്കിൽ അടുത്ത വീടുകളിലേക്ക് കൊടുക്കുന്നതിന് ആവശ്യമായ ബൾബുകളൊക്കെ സ്വയം നിർമ്മിക്കുന്നതിനുള്ള ശേഷി ഇന്നത്തെ ഈ ക്യാമ്പ് കൊടുക്കുന്നത് നേടാനാവോ. എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സീനിയർ അസിസ്റ്റന്റ് കെ കോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അജ്മൽ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇതിന്റെ പേര് ഹീറ്റ് സിങ്കിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വെട്ടം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം, പ്രകാശം. ആ ഒരു പ്രകാശത്തെ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ഡിഫ്യൂസർ കപ്പ്. എന്താണ് ഡിഫ്യൂസർ? എങ്ങനെ? എന്താണ് ബാക്കില്? എങ്ങനെയാണ്? ഓക്കെ, ഡിഫ്യൂസർ കപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. കോർഡിനേറ്റർ പി സജിന, റീന, KA ഷെയ്ഖ് മുഹമ്മദ്, VT സന്തോഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി M ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തുവൂർ.